യൗമാനത്തിന് തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണോ? എന്ത് അല്ല, ഒന്നിനും വേലയും കൂലിയൊന്നും ഇല്ലല്ലേ? ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ? അങ്ങനെയൊന്നും പറയാതോ, അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ? വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തില് നാളെ തരാം, നാളെ തരാം, നാളെ തരാം, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാം. ഒലത്തി നാളെ നമതി. എന്താണത്? ഇത് നിങ്ങൾ റെസ്റ്റ് എടുക്കാം, അവന്മാരിക്കട്ടെ. ഓടണൊക്കെ പോലീസേ. വേണ്ട വേണ്ട, ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. ഞാൻ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ ഡേ കുടുംബാറെ, നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോന്ന്? ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. ഇപ്പൊ തന്നെ തലവര തെളിഞ്ഞു. കമലിന്റെ പടത്തിൽ നായകനായി അഭിനയിച്ച നീ രക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ നായിക കെട്ടിക്കൊണ്ട് പോടേ. ആ, ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യർ. I warn you, ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല. ഇനി സമയമുണ്ട്. ഇവളൊക്കെ ഓമാരാരുടെ ആമാറോ പീസ. ഹലോ ഹലോ. അയ്യോ രാഖി. അതെ, ഒരാള് മാത്രം കെട്ടിയാ മതി കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ. അടിയോ, അവിടെ ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ, ഒരു സേഫ്റ്റിക്കാണ്. ഓടാ പറ്റും. എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളൂ. ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ്. ഈ വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ്. ശിവേട്ടനുണ്ടാവണം. എന്റെ രാഖി ബ്രദറായിട്ട് അല്ല, സ്വന്തം ബ്രദറായിട്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. വരില്ലേ? കൺഗ്രാറ്റ്സ്. Come on, Shweta. നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. I hate you. Don't overdo it, Shweta. Bye. And thank you. എന്നാലും നിന്റെ മാരേജിന്റെ കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് കരിഷ്മ മേനൻ. She always gives you a surprise. ഒരു വാക്ക് പറയണം, അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം. നിർത്തണേ അണ്ണാ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം. പോയൊരു സമ്മാനവും കൊടുക്കണം. എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്ന് പറയടാ. അണ്ണാ, നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെന്റ് അടിക്കാടാ. നിന്റെ അച്ഛൻ ചത്ത. അണ്ണാ ഇങ്ങോട്ട് നോക്ക്. സങ്കടമൊക്കെ എല്ലാവർക്കും വരും. എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ ഇതാ നോക്ക്, ഈ കടവിൽ ഒന്ന് നിൽക്കൂ. എന്നിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ, എന്നിട്ട് ഒറ്റ ചാട്ടം. ഇവിടെയൊക്കെ ആരാണാ ഒരു കുളു കുളിച്ച അങ്ങ് കാളാണാ. ഇന്ന് കുളിച്ചിട്ടല്ലേ ബാക്കി കാര്യം. ശിവൻകുട്ടി അണ്ണാ,
നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സേലത്ത് നിന്ന് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഒരേ ഡാൻസും പാട്ടും. ഇത് എന്തൊരാൾക്കാരെന്തോ. ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം. സങ്കടവും ദുരന്തവും സന്തോഷവും ഒക്കെ ഒരു ആഘോഷമാണ്. എടാ ജാങ്കോ, ചിന്ന വാടാ. താങ്ക് യു. ചെല്ലണ്ണ. ഹലോ. ഹലോ. നന്നായി വരട്ടെ. ഹലോ. ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. അക്കരെ നിന്നോ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കരെ വന്നപ്പോ ആരാ? അമ്മ, അമ്മ. വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. അച്ഛൻ. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കേ. മരണത്തിൻ്റെ തീയ് അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നേക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരു അസുരൻ നിന്നെ തേടിയെത്തും ഇവിടെ. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്കുക. പാതി അവൻ ചെയ്യും, 2-ാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹീയത്തിന് ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്കുക. അമ്മ, ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. അച്ഛാ, വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും.